അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി താറാവ് കറിയാണ്. അതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ താറാവ്. കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, ചെറിയുള്ളി. ഒരു തേങ്ങ ചിരകി അതിന്റെ 1-ാം പാലും 2-ാം പാലും എടുക്കുക. അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് നമുക്ക് അതിലേക്ക് താറാവിനെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. താറാവ് ആയതുകൊണ്ട് മുഴുവൻ എല്ലായിരിക്കും, സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാൻ. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാലിലാണ് ഈ ഇറച്ചി വേവിക്കുന്നത്. സ്റ്റൗ ഓൺ ചെയ്യാം, എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. താറാവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ അധികം കറി തിളപ്പിക്കാൻ പാടില്ല. ചെറുതായി തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. പാകത്തിന് ഉപ്പൊക്കെ ഈ സമയം നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ താറാവ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.